എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നത് സച്ചി ആകെപ്പാട് ടെൻഷനിലാണ്. രേവതിയോടുള്ള സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല. ശരത്ത് ചെയ്തു കൂട്ടിവെച്ച എന്താന്നൊക്കെ. പക്ഷെ അതറിഞ്ഞു കഴിഞ്ഞിട്ട് രേവതിക്ക് സഹിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, എങ്ങനെ ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യണമെന്ന് ഓർത്തുകൊണ്ട് ആകെപ്പാടെ വിഷമത്തില. പിന്നീട് മഹേഷ് പറഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പൊ നീ അതിനെക്കുറിച്ചൊന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് സച്ചിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും സച്ചിയുടെ മനസ്സിന് ഭയങ്കര വേദനയാ. അവള് കുടുംബത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് രേവതി എന്നുള്ള കാര്യം സച്ചിക്കറിയാം. അതോടൊപ്പം തന്നെ ലക്ഷ്മിയമ്മയാണെങ്കിലും ദേവു ഒക്കെ ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ശരത്ത് മോഷണം പിടിച്ചുപറിയായിട്ട് നടക്കുന്നവനാണ്. അവൻ അങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്. പോരാത്തന് അവന്റെ കൂട്ടുകെട്ട ആന്റണിയാന്നൊക്കെയുള്ള കാര്യം. ഇതൊക്കെ അവർക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും. അവസാനം സച്ചി ആകെപ്പാടെ പെട്ടുപോയി. സച്ചിക്ക് മദ്യപിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സച്ചി നന്നായിട്ട് മദ്യപിക്കുന്നൊക്കെ ഉണ്ട്. മഹേഷ് അതിന്റെ പേരിൽ സച്ചിനെ ചീത്ത പറയുകയൊക്കെ ചെയ്യുവാണ്. ആ സമയം രേവതിക്ക് ആകെപ്പാടെ വിഷമായിരുന്നു. തന്റെ അനിയൻ ഇങ്ങനൊരു അവസ്ഥ വന്നിട്ട് സച്ചിയേടൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. അല്ലെങ്കിൽ തന്നെ സച്ചിയാണ് വീട്ടിലെ എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്ന. പക്ഷെ ഇങ്ങനൊരു അവസ്ഥ വന്നിട്ട് എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അതും ചെറിയ കാര്യമൊന്നുമല്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഇരിക്കുകയാണ് ശരത്ത്. എന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത എന്തുകൊണ്ടാ എന്നൊരു സംശയം രേവതിയുടെ മനസ്സിലും ഉണ്ടാകുന്നുണ്ട്. പിന്നീട് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ അറിയണേ. ശരത്തിന്റെ കൈക്ക് പൊട്ടലുണ്ട്. അതുകൊണ്ട് ഈ പ്ലാസ്റ്റർ ഒക്കെ ഉണ്ട്, സർജറി ഒക്കെ നടത്തണം. പൊട്ടലും ഒടിവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതറിഞ്ഞു കഴിഞ്ഞപ്പം രേവതിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. അതിന് പണം വേണം. എവിടെ നിന്ന് ഉണ്ടാക്കാനായിട്ടാ. കാരണം അന്നത്തേക്കുള്ള ആഹാരത്തിനുള്ള പോലും ലക്ഷ്മിയമ്മ വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 10-30,000 രൂപ സർജറിക്ക് വേണ്ടി വേണം. അത്രയും പൈസ ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പെട്ടുപോയി. രേവതിയുടെ കയ്യിലാണെങ്കിൽ എടുക്കാൻ അതിന് മാത്രം പണമില്ല. പൂവൊക്കെ കെട്ടിക്കൊടുത്ത് അത്യാവശ്യം ഒരു 16,000 രൂപ കയ്യിലുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആവില്ല. എന്നാലും വേറെ പണം വേണം. അവസാനം ലക്ഷ്മിയമ്മയുടെയിലും കുറച്ച് പൈസ ഉണ്ടായിരുന്നു. വാടക കൊടുക്കാനും മറ്റുമായിട്ടും ആ മാസത്തെ ചെലവിനുമായിട്ട് നീക്കി വെച്ചിരുന്ന കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടി കുറച്ച് പൈസ ഉണ്ടാക്കി. എന്നാലും ഇനിയും വേണം 10-12,000 രൂപ ബാലൻസ്. ആ പണത്തിന് എന്ത് ചെയ്യും. രേവതിക്ക് പിന്നീട് ഐഡിയ തോന്നി, സച്ചിയോട് തന്നെ ചോദിച്ചു നോക്കാം. അങ്ങനെ സച്ചിയോട് ചോദിച്ചു കഴിഞ്ഞപ്പം സച്ചി ഓരോ ഒഴിവുകൾ പറഞ്ഞ് ഞങ്ങൾ മാറിപ്പോയതേ. സച്ചി പൈസയൊന്നും കൊടുത്തില്ല. രേവതിക്ക് അത് സങ്കടമായി. തനിക്കൊരു അവസ്ഥ വന്നു കഴിയുമ്പോൾ സച്ചിയാണല്ലേ സഹായിക്കണ്ടേ, തന്റെ കുടുംബത്തിലെ ആവശ്യം വന്നു കഴിയുമ്പം. പക്ഷെ സച്ചി എന്തുകൊണ്ടാ കൊടുക്കാത്തെന്നുള്ള കാര്യം രേവതിക്ക് അറിയത്തില്ല. രേവതി അങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ലല്ലോ. തന്റെ അനിയൻ ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടാ സച്ചേട്ടൻ അവനെ എതിർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ സച്ചേട്ടൻ അവന്റെ കൈ ഒടിച്ചെന്നുള്ള കാര്യം അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്ക് സഹിക്കാൻ പറ്റില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് സച്ചി പറയാതെ ഇരുന്നേ. പക്ഷേങ്കിൽ ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഇനിയിപ്പോൾ ആരോട് ചെന്ന് ചോദിക്കുമെന്ന് അറിയത്തില്ല. അറിയാവുന്നവരോടൊക്കെ അവർ പൈസ ചോദിച്ചു. പക്ഷെ അവരെല്ലാം കൈമലർത്തി കാണിച്ചു. കാരണം എല്ലാവരും ഇങ്ങനെ ഈ പണിയാൻ പോകുന്നവരൊക്കെയാ. വലിയ വലിയ ആൾക്കാരുമായിട്ടൊന്നും അവർക്ക് വലിയ പരിചയവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും അവരുടെ കാര്യങ്ങൾ നോക്കി അധികം പൈസയൊന്നും അല്ല, ഇതുപോലെ പലിശയും കിട്ടി കഴിയുന്നവരാ. അപ്പൊ അവരുടെ കയ്യിലും പൈസ ഇല്ലായിരുന്നു. പിന്നീട് ഒരു ചേച്ചിയാണ് ആ ഉപദേശം രേവതിക്ക് കൊടുത്ത. ഒരു കാര്യം ചെയ്യും, ഡോക്ടറോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറ, ഡോക്ടർ ചിലപ്പോൾ സഹായിക്കും എന്നൊക്കെ പറയാണ്. അവസാനം രേവതി ആ കാര്യം തീരുമാനിച്ചു. ഡോക്ടറോട് പറയുവാണെങ്കിൽ കുറച്ച് സാവകാശം തരുവാണെങ്കിൽ നല്ല കാര്യമല്ലേ. പതുക്കെ കൊടുത്താൽ മതിലോ. എങ്ങനെയെങ്കിലും എവിടുന്നേലും പലിശക്കാളും മേടിച്ചു കൊടുക്കാം. അത്യാവശ്യം ഇപ്പൊ സർജറി നടക്കണം, അല്ലെങ്കിൽ സർജറി നീണ്ടുപോകും. അത്രയും നാൾ വേദന സഹിച്ചുകൊണ്ടിരിക്കണം. അത് മാത്രമല്ല പെട്ടെന്ന് സർജറി ചെയ്തിട്ട കാര്യമുള്ളൂ കയ്യ്. ഡോക്ടറെ കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഡോക്ടറെ, ഞങ്ങളിങ്ങനെ പൂക്കച്ചവടം നടത്തുന്നവരാ. ഇത്രയും പൈസ ഞങ്ങളുടെ ഇപ്പോൾ എടുക്കാനില്ല. അതുകൊണ്ട് ഞങ്ങൾ സാവകാശം ഞങ്ങൾ അടച്ചോളാം. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ തരണം. ഞങ്ങൾ കുറേശ്ശെ തവണയായിട്ട് പൈസ അടച്ചോളാം. ഒരു 2-3 ദിവസം കൊണ്ട് പൈസ അടച്ചു കൊടുത്തോളാം. പക്ഷെങ്കിൽ സർജറി ഇപ്പം നടത്തണം എന്നൊക്കെ പറയണം. ഡോക്ടർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു. ശരത്ത് എവിടെ പഠിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ്. കോളേജിൽ പഠിക്കുമോ എന്നൊക്കെ പറയണം. പിന്നീട് കാര്യങ്ങളൊക്കെ പറയുന്ന കൊടുത്ത് ഡോക്ടർ പറഞ്ഞു, അതെ ഇത് ബൈക്കിൽ നിന്ന് വീണിട്ട അപകടമല്ലെന്ന് പറയണം. അത് കേട്ടപ്പോൾ രേവതിക്ക് ടെൻഷനായിപ്പോയി. ബൈക്കിൽ നിന്ന് വീണത് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ബൈക്ക് ആക്സിഡന്റ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇത് എവിടുന്നേലും എടുത്തിയാടി ഇപ്പം അങ്ങനെ എന്തെങ്കിലും വീണത്, അല്ലെങ്കിൽ ആരോ ബലമായിട്ട് പിടിച്ചോടിച്ചതാണ്. അങ്ങനെയാ കാണുന്നേ, അല്ലാതെ മറ്റൊന്നുമല്ല. ഒരു കാര്യം ചെയ്യാം, അനിയനോട് പോയി കാര്യമായിട്ടൊന്ന് ചോദിച്ചു നോക്കാം. സത്യങ്ങളൊക്കെ പറയുന്നു പറയാ. രേവതിക്ക് അത് കേട്ടത് ഒരു ഞെട്ടലായിരുന്നു. കാരണം ശരത്തിനൊരു കാരണവശാലും അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല. അടിപിടി കേസുകളിലൊന്നും അവൻ പോകുന്നവനല്ല. പിന്നെ എങ്ങനെ സംഭവിച്ചു എന്ന് അറിയാതെ രേവതിക്ക് ഭയങ്കര ടെൻഷന്. ഒരുപക്ഷെ ഇതൊക്കെ സച്ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ചിന്തയും കൂടെ രേവതിയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ശരത്തിനെ വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ആകെപ്പാടെ ഒരനിയനേ ഉള്ളൂ. നാളെ അമ്മേനെ നോക്കേണ്ടവനാ. പെങ്ങന്മാർക്ക് ഒരു ആവശ്യം വന്നാൽ പെങ്ങന്മാർക്ക് കരുതലായിട്ട് നിൽക്കേണ്ടവനാ. അവനിങ്ങനെ ഒരു അടിപിടി കേസിൽ ഉൾപ്പെട്ട് വല്ല ജയിലിലും ഒക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ തന്റെ അമ്മയ്ക്കും തനിക്കൊക്കെ ആര് സഹായത്തിനുണ്ട് എന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. പിന്നീട് ശരത്തിനോട് പോയി ചോദിക്കുകയാണ്,
ആരുടെ ബൈക്കും മേടിച്ചോണോ നീ പോയത് എന്നൊക്കെ ചോദിച്ചു കൂട്ടുകാരൻ്റെ എന്നൊക്കെ കള്ളത്തരം പറയണം. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരൻ്റെ ബൈക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവൻ്റെ നമ്പറിങ് കേട്ടാട്ടെ അവനെ വിളിക്കാം, അവൻ്റെ ബൈക്കിന് നന്നായിട്ട് പറ്റിക്കാണല്ലോ, അവൻ്റെ ബൈക്ക് നന്നായി കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുക. ആ സമയത്ത് ശരത്ത് അവിടെ കിടന്ന് ഉരുണ്ട് പിടയുവാണ്. കാരണം ശരത്തിന് മനസ്സിലായി കള്ളത്തരം എല്ലാം പുറത്താക്കുന്നത്. അവസാനം രേവതിയുടെ ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് സംശയമായി. നീ എന്തിനാ രേവതി അത് ഈ സമയത്ത് വേദനയുടെ സമയത്ത് അവനെ ഇങ്ങനെ ശല്യം ചെയ്യണമെന്നൊക്കെ ചോദിക്കുകയാണ്. അത് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കണം അമ്മേ, ചോദിക്കാതിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണം. എന്താടാ കാര്യം എന്താന്നൊക്കെ ലക്ഷ്മിയമ്മയും ചോദിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ അവൻ പറയാനായിട്ട് കൂട്ടാക്കില്ല ശരത്ത്. അവസാനമാണ് രേവതിയെ കാര്യങ്ങൾ പറയണേ. ഇവന്റെ കൈ ആക്സിഡന്റ് ഉണ്ടായതല്ല, ഇവനെ ആരോ ബലമായിട്ട് ഇവന്റെ കൈ ആരോ മനഃപൂർവ്വം പിടിച്ച് ഓടിച്ചാന്നുള്ള കാര്യം. ഇതെല്ലാം കേട്ടപ്പോൾ ദേവുവിന്റെ ലക്ഷ്മിയമ്മയ്ക്ക് ഒരു ഞെട്ടല. അവര് പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ഈ ശരത്താണെങ്കിൽ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. അതോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ട്, വീട്ടിലേക്ക് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല കോളേജിൽ പോയി നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ശരത്തിനെ കുറിച്ച് ഇപ്പൊ അവർക്ക് നല്ലൊരു മതിപ്പ് തന്നെയായിരുന്നു. മുമ്പ് ബൈക്ക് മോഷ്ടിക്കാനൊക്കെ പോയെങ്കിലും ഇപ്പോഴങ്ങനെയൊന്നും ഇല്ല എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ഒരടിയും വഴക്കും പ്രശ്നങ്ങളൊന്നുമില്ല. കുടുംബത്തിലും നാട്ടിലും വീട്ടിലൊക്കെ എല്ലാവർക്കും നല്ലവനാണ് ശരത്ത്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം കേട്ടുകഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് ഒന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. അതപ്പോൾ ഏതൊരു പെറ്റമ്മയ്ക്കാണല്ലോ ഉൾക്കൊള്ളാൻ സാധിക്കില്ലോ. സ്വന്തം മകന് ഇങ്ങനെ ഒരു അടിപിടി കേസിൽ പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ലക്ഷ്മി അമ്മ എന്നെ ചോദിക്കുകയാണ്. ആ സമയത്ത് ശരത്ത് ഒരു കള്ളത്തരം പറയുവാണ്. ശരത്തിന് മനസ്സിലായി ഒരു പക്ഷേങ്കിൽ താൻ ഇനി ഇപ്പോൾ ഇവിടെ സത്യങ്ങൾ പറയാൻ പാടില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യം തീർന്നു. അതുകൊണ്ട് ഒരു കള്ളത്തരം പറയാണ്. ശരത്ത് പറഞ്ഞ സച്ചേട്ടനാണ് ഈ കാര്യം ചെയ്തതെന്ന് പറയണം. അത് കേട്ടത് രേവതി ഒന്നും ഞെട്ടിപ്പോയി. രേവതി അത് പ്രതീക്ഷിച്ച കാര്യമല്ല. രേവതിക്ക് അത് വിശ്വസിക്കാൻ പോലും പറ്റില്ല. നീ എന്തൊക്കെയാ പറയണമെന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട് ശരത്തിനോട്. അതെ, സച്ചേട്ടനാണ് എൻ്റെ കൈ ഇങ്ങനെ തിരിച്ചോടിച്ചേ. ഞാൻ ആന്റണിയുടെ കൂടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആന്റണിക്ക് കുറെ പണം കൊടുക്കാണ്ട്. മഹേഷ് എന്ന് പറയുന്ന സച്ചേട്ടൻ്റെ ഫ്രണ്ട്, അയാൾ കൊടുക്കാനുള്ള പൈസ ചോദിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്നാ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ എന്ത് ചെയ്തു, ആന്റണിനെ അടിക്കാൻ ചെന്നു. അപ്പൊ അത് കണ്ടുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല, ഞാൻ കയറി ഇടപെട്ടു. ആ സമയം സച്ചേട്ടൻ വന്നിട്ട് എൻ്റെ കൈ തിരിച്ചു പിടിച്ച് ഒടിച്ചാന്നൊക്കെ പറയണം. ഇതെല്ലാം രേവതിയൊക്കെ വിശ്വസിച്ചു. വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും സച്ചേട്ടൻ ഇങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് വരാത്തെ. ദേവുവിന് ലക്ഷ്മിയമ്മയ്ക്ക് അത് ബോധ്യമായി. അല്ലെങ്കിൽ ഓടി വന്ന് കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആളാ. അപ്പം വരാതിരിക്കുന്ന ഇതുകൊണ്ടായിരിക്കും എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം രേവതിക്ക് ഭയങ്കര വിഷമായിപ്പോയി. ഈ സമയം ശരത്തിനൊരു കാര്യം മനസ്സിലായി. താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ വിശ്വസിച്ചിട്ടുണ്ട്. ഇനി കുഴപ്പമൊന്നുമില്ല. സച്ചേട്ടൻ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിലുള്ളവരാരും വിശ്വസിക്കാനും പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ താൻ കള്ളനാവും എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടാവുക. രേവതിക്ക് സഹിക്കാൻ പറ്റുമോ? തൻ്റെ അനിയൻ്റെ കൈ പിടിച്ച് സച്ചേട്ടൻ ഒടിച്ചെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ലക്ഷ്മിയമ്മയും ദേവുമൊക്കെയാണ് രേവതിനെ കുറ്റപ്പെടുത്തുക. അവൻ ഇത്തരക്കാരനെന്ന് അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു സ്വഭാവം അവനുണ്ടെന്ന് അറിയുമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കില്ലായിരുന്നു. വലിയ ചതിക്കുഴിയിലേക്കാണല്ലോ മോള് പെട്ടുപോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രേവതിനെ കുറ്റപ്പെടുത്തുകയാണ്. രേവതിക്കും ഭയങ്കര വിഷമായിപ്പോയി. ഒരു വാക്ക് പോലും തന്നോട് പറഞ്ഞില്ലോ, ഇത്തരം വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ട് സച്ചേട്ടൻ ഒരു വാക്കുകളും പറയായിരുന്നു എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് ശരത്ത് ആന്റണിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സച്ചി അവിടെ വന്നായിരുന്നു, താനും ചേട്ടനും കൂടെ പണം മോഷ്ടിക്കുന്ന വീഡിയോ, സച്ചിയുടെ അമ്മയുടെ പണം മോഷ്ടിക്കുന്ന വീഡിയോ ഒക്കെ അത് അയാളുടെ കയ്യിലുണ്ടെന്ന്, സച്ചിയുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആന്റണിക്ക് ഒരു കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് ശരത്തിന്റെ കൈ ഒടിച്ചു വിട്ടെന്നുള്ള കാര്യം. പിന്നീട് രേവതിക്ക് ആകപ്പാടെ വിഷമമായിട്ട് രേവതി വീട്ടിലേക്ക് എന്നിട്ട് രവീന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയണേ. രേവതി എന്ത് കാര്യങ്ങളുണ്ടല്ലോ ഒരുമാതിരി കാര്യങ്ങളെ രവീന്ദ്രനോട് പറയുമല്ലോ. പക്ഷെ രവീന്ദ്രനും വിശ്വസിക്കാൻ പറ്റില്ല. സച്ചി ഇന്ന് വരെ അങ്ങനെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, അങ്ങനെ ആരുടെ കൈ ഇങ്ങനെ തല്ലി ഒടിച്ചിട്ടൊന്നുമില്ല. അല്ലാതെ അടിയൊക്കെ കൊടുക്കാറുണ്ടെങ്കിൽ ഇങ്ങനെ തല്ലി ഒടിക്കുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ചന്ദ്രമതിയൊക്കെ അറിഞ്ഞ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം സച്ചി ഇങ്ങനെ ഒരു ഇടാകുടത്തിൽ പോയി പെടുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യമാണ്. ശ്രുതി എല്ലാവരും കൂടെ സച്ചിനെ കുറ്റപ്പെടുത്തും കൊണ്ട് ശ്രീകാന്ത് പറഞ്ഞു, സച്ചേട്ടൻ ഒരു കാര്യമില്ലാതെ അങ്ങനെയും ചെയ്യത്തില്ല, എന്തേലും തക്കതായ കാരണമില്ലാതെ ചെയ്യത്തില്ല എന്നൊക്കെ പറയാം. പക്ഷെ രേവതി പറഞ്ഞു ഒരു കാര്യമില്ല, കാര്യം ഇത്രയ്ക്കും ഉള്ളെന്ന് പറയണം. രവീന്ദ്രൻ സച്ചിയോട് അത് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തതെന്നൊക്കെ. അങ്ങനെ സച്ചി വന്നു കഴിയുമ്പോഴത്തേനും സച്ചിയോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. സച്ചി നിഷേധിക്കാനൊന്നും പോയില്ല, ഞാൻ ഒടിച്ചത് തന്നെയാന്ന് പറയാണ്. പക്ഷെ കാരണം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു അവൻ കോളേജിൽ പോകാതെ കറങ്ങി നടന്നുകൊണ്ടാന്നൊക്കെ പറയണം. ഉള്ള സത്യാവസ്ഥ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നാണം കെടാൻ പോകുന്ന രേവതിയാണ്. നാളെ രേവതിക്ക് ഈ കുടുംബത്തിൽ കഴിയാൻ പറ്റില്ല. ഒരുപക്ഷെ നാളെ രേവതിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരും എന്നൊരു വിചാരത്തിലായിരിക്കും ഇവിടെയുള്ളവർ പെരുമാറുള്ളൂ. പ്രത്യേകിച്ച് തൻ്റെ അമ്മ. രേവതിനെ ആൾക്കാരുടെ മുന്നിലേക്ക് അവരുടെ മുന്നിലേക്ക് വിട്ടുകൊടുക്കാണ്ട് സച്ചിക്ക് താല്പര്യമില്ലായിരുന്നു. രേവതിനെ എങ്ങനെ സംരക്ഷിച്ചാൽ മതിയാവുന്ന ഉള്ളതുകൊണ്ട് മാത്രമാണ് സച്ചി ആ സമയത്ത് അങ്ങനെ കള്ളത്തരമൊക്കെ പറയണേ. പക്ഷെ രേവതിക്കൊന്നും അറിയത്തില്ലായിരുന്നു. രവീന്ദ്രൻ പറഞ്ഞു നീ പോയി അവനോട് മാപ്പ് പറയണം, അവൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് സച്ചി അതിന് സമ്മതിച്ചില്ല. സച്ചി പോകത്തില്ല എന്ന് ഒരേ നിർബന്ധത്തിൽ
രവീന്ദ്രന് പക്ഷെ അറിയില്ലായിരുന്നു സച്ചി എന്തിനു വേണ്ടി ഇത് ചെയ്തേന്നുള്ളത്. പക്ഷെ അവനെക്കുറിച്ച് ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലല്ലോ. പിന്നീട് രേവതി ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. രേവതിയുടെ അടുത്ത് സച്ചി അനുനയത്തിന് വന്നാലും രേവതി അടുത്തില്ല. രേവതി സച്ചിനെ വേദനിപ്പിക്കുന്നുണ്ട്. വേദനിപ്പിക്കുന്ന പറഞ്ഞാൽ രേവതിക്ക് കാര്യം അറിയത്തില്ലാത്തോണ്ടാ. വെറുതെ പിടിച്ച കൈ ഒടിച്ചു പിടിച്ച് അറിയത്തുള്ളൂ. അല്ലെങ്കിൽ സച്ചി രേവതിയോടെങ്കിലും സത്യം തുറന്നു പറയണ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ചന്ദ്രമതിക്ക് സന്തോഷമായിരുന്നു. ചന്ദ്രമതി ബാമയോടൊക്കെ വിളിച്ചു പറഞ്ഞ് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഇങ്ങനൊരു കാര്യം ചെയ്തു, അവൾക്ക് കിട്ടാനുള്ളത് കിട്ടിയത്. ഇത്രയും ദിവസം ചക്കര അടയം പോലെ കഴിഞ്ഞിരുന്ന രേവതി സച്ചി ഇപ്പൊ ആണ്ട് കിടക്കുന്നു. അവളെ പിടിച്ച് നിലത്തടിച്ചിരിക്കുന്നു. ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അവൾ അവളുടെ വീട്ടിലേക്ക് പോകും. അവളുടെ ആംഗ്ലേനെയല്ലേ അവന് ഉപദ്രവിച്ചു വിട്ടിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. പക്ഷെ രവീന്ദ്രന് ഭയങ്കര വിഷമമായിപ്പോയി. രവീന്ദ്രൻ ചന്ദ്രമതിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ എന്തിനാടി ഇങ്ങനെയൊക്കെ പറയണ? നാട്ടുകാരുടെ വിളിച്ച് ഒരു കാര്യം ചെയ്യുക, നീ ഒരു മൈക്കാനോൺസ് ഒക്കെ ചെയ്യാനും പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുവാണ്. ഇതെല്ലാം കേട്ടിട്ട് ചന്ദ്രമതിക്ക് വലിയ കുലുക്കൊന്നും ഉണ്ടായില്ല. ചന്ദ്രമതിക്ക് സന്തോഷമായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാനായിട്ട് പോകുന്നത്. ഒരു പക്ഷേ ഇനിയിപ്പോ സച്ചി സത്യങ്ങളൊക്കെ രേവതിയോട് തുറന്നു പറയണേ എന്താ സംഭവിച്ചെന്നുള്ള. എങ്കിൽ മാത്രമേ സച്ചിൻ രേവതിയും തമ്മിൽ വീണ്ടും ഒന്നാവത്തുള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.